എടാ എൽദോ നിന്നെ സിനിമയിലെടുത്തടാ. സിനിമ ഹച്ചിരിമ ഭീമ സിനിമ ചിരിമ. ഏവർക്കും ഭീമ സിനിമ ചിരിമയിലേക്ക് സ്വാഗതം. ഭീമ സിനിമ ചിരിമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഭീമ കേരള, കർണാടക ആൻഡ് തമിഴ്നാട്. നമസ്കാരം, ഞാനാണ് ഇന്നത്തെ സെലിബ്രിറ്റി ഗസ്റ്റ്. എന്നെ പറ്റി പുകഴ്ത്തി പറഞ്ഞിട്ട് സ്വാഗതം ചെയ്തു തന്നെ. ഇല്ല, ഇന്ന് ഞാനാണെന്നാ പറഞ്ഞത്. നീ എന്നെ പുകഴ്ത്തി പറഞ്ഞ് നീ എന്നെ സ്വാഗതം ചെയ്യും. പ്രചോദനം, ഞാനാണ് സെലിബ്രിറ്റി ഗസ്റ്റ്. എന്നെ പറ്റി പറഞ്ഞിട്ട് എന്നെ ക്ഷണിക്കണം. നീ ഇത്ര എപ്പിസോഡ് നിന്നെ ഞാൻ വിളിച്ചാണ്, ഇന്ന് നീ വിളിക്കും. ഞാനാണ് സെലിബ്രിറ്റി ഗസ്റ്റ്. നീ കളിക്കല്ലോട്ടെ, ഞാനാണ് സെലിബ്രിറ്റി ഗസ്റ്റ്. എന്നെ വിളിക്കാൻ പറഞ്ഞു. സിദ്ദിഖ് സാർ പറഞ്ഞിരിക്കും ഇന്ന് ഞാനാണ് ഗസ്റ്റ്, ഇന്ന് എന്നെ വിളിക്കുന്നത്. ഷാജാന വിഷയം ഉണ്ടാക്കില്ല. ഞാൻ പറഞ്ഞു മുടയാണ് നീ. മുടയാ എന്നാ ഒരു കാര്യം ചെയ്യും. നിന്റെ മുഴുവൻ പേരൊന്നും പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല. പകുതി ഞാൻ പറയുള്ളൂ. പകുതി ഞാൻ പറയുള്ളൂ. ഒരു കാര്യം ചെയ്യും, തുടക്കം ഞാൻ പറഞ്ഞോളാം, നീ ബാക്കിയുള്ള പറഞ്ഞു. എന്നാ പറ. ഓക്കെ. ഭീമ സിനിമ ചിരിമയിലേക്ക് ഇന്നത്തെ അതിഥിയെ ഹാർദമായി സ്വാഗതം ചെയ്യാണ് നിങ്ങൾക്ക് പ്രിയപ്പെട്ട ശ്രീ കലാഭവൻ ഷാജോൺ. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ ഇവിടെ ഒന്നുമില്ല, സെലിബ്രിറ്റി ഗസ്റ്റ് ഞാനാണല്ലോ, അപ്പൊ അതങ്ങ് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇത്രയും എപ്പിസോഡ് സെലിബ്രിറ്റി ഗസ്റ്റ് ആയിട്ട് അപ്പൊ പറഞ്ഞ് ഈ പ്രാവശ്യം പ്രചോദനെ വിളിക്കുന്നു പറഞ്ഞു വിട്ടതാ. അത് പറഞ്ഞപ്പോൾ ഇവൻ ജന്മത്തെ സമ്മതിക്കത്തില്ല, ഇവനാണ് സെലിബ്രിറ്റി ഗസ്റ്റ് എന്ന് പറഞ്ഞ് ചാടിക്കറി പറയുകയും ചെയ്തു. അങ്ങനൊന്നും പറഞ്ഞല്ല, നമ്മൾ സെലിബ്രിറ്റി ഗസ്റ്റ് ആനുള്ള ഒരു ആഗ്രഹം കൊണ്ടങ്ങ് പറഞ്ഞു പോയതാണ്. സത്യത്തിൽ നിങ്ങൾ സുഹൃത്തുക്കളല്ലേ? ഞങ്ങൾ സുഹൃത്തുക്കളാണ്, ഭയങ്കര സുഹൃത്തുക്കളാണ്. കെട്ടിപ്പിടിക്കുന്നതിന്റെ ഒരു ബലമുണ്ട്. സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞാൽ ഞെക്കി അങ്ങോട്ടല്ലേ പിടിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മളിവിടെ വരുമ്പോൾ പല മിമിക്രി ആർട്ടിസ്റ്റുകളും ഇന്ന് ഈ വേദിയിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് അബദ്ധങ്ങൾ, കഥകളൊക്കെ പറഞ്ഞപ്പോൾ അതിനകത്ത് പലപ്പോഴും കടന്നു വന്നിട്ടുള്ളൊരു കഥാപാത്രമുണ്ട്. ഇപ്പം മിമിക്രി ആർട്ടിസ്റ്റ് ഉണ്ട്. ഇപ്പം പല എപ്പിസോഡുകളിലൂടെ നമ്മുടെ സിനിമാ ചിരിമ പ്രേക്ഷകർക്കും അദ്ദേഹത്തിൻ്റെ പേര് സുപരിചിതമായി കഴിഞ്ഞിട്ടുണ്ടാവാം അല്ലേ? അപ്പോൾ ആ പേരുകാരൻ ഇന്നിവിടെ വന്നിരിക്കുകയാണ്. ഒരബദ്ധമല്ല, ഒരബദ്ധങ്ങളുടെ കൂമ്പാരങ്ങളുമായി. വേണമെങ്കിൽ ആ മിമിക്രി ആർട്ടിസ്റ്റിന്റെ പേര് നമ്മളോട് ഒന്നുകൂടെ പറയാം. കാരണം നമ്മൾ ഈ അമേരിക്കൻ എംബസിയിലൊക്കെ പോയാൽ സാധാരണ ഇംഗ്ലീഷ് പറഞ്ഞാലേ വിസ കിട്ടുള്ളൂ. ഇത് മംഗ്ലീഷ് പറഞ്ഞ വിസ മേടിച്ച ആദ്യത്തെ മിമിക്രി ആർട്ടിസ്റ്റ് കൂടിയാണ്. സുരേഷ് മാഞ്ഞാലി കുറെ അധികം അബദ്ധങ്ങളുമായി. സുരേഷ് മാഞ്ഞാലിയുടെ അബദ്ധങ്ങൾ എന്ന് പറഞ്ഞ വേണം ഒരു പുസ്തകം തയ്യാറാക്കാം. ആ അബദ്ധങ്ങളുടെ കൂമ്പാരവുമായി സുരേഷ് മാഞ്ഞാലിയും അതിനെല്ലാം പലതവണ ദൃക്സാക്ഷിയായിട്ടുള്ള മറ്റൊരു മിടുക്കനായ മിമിക്രി കലാകാരൻ കോട്ടയം വില്യംസുമാണ് ഇന്നത്തെ സിനിമാ ചിരിമയിൽ നിങ്ങളെ കൂടെ ഒരുപാട് ചിരിപ്പിക്കാൻ വേണ്ടി ഇന്ന് എത്തിയിട്ടുള്ളത്. സുരേഷ് മാഞ്ഞാലി ആൻഡ് കോട്ടയം വില്യംസ്. വില്യംസിനെ നേരത്തെ അറിയാം. മാഞ്ഞാലിയെ ഞാനിപ്പോഴാണ് കാണുന്നത് ഇവിടെ വെച്ചു. പക്ഷേ മാഞ്ഞാലിയെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ആളുകൾ പറഞ്ഞു പല കഥകളിലെയും നായകൻ സുരേഷാണ്. മാഞ്ഞാലി കഥകളാണ് പറഞ്ഞിട്ട്. നിങ്ങൾ ഒരുമിച്ച് പോയിട്ടുണ്ടോ? ഞങ്ങള് കുറെ കാലം മുമ്പ്. പിന്നെ മാഞ്ഞാലി എന്ന് പറയുന്നത് നമ്മുടെ ഇത് കോട്ടയം അല്ലേ? പക്ഷെ നിങ്ങൾ കോട്ടയത്ത് നിന്ന് മാഞ്ഞാലി അല്ല, ആ സമയത്ത് ട്രൂപ്പ് എറണാകുളത്തൊക്കെ ആണല്ലോ കൊച്ചി. അപ്പം വില്യംസ് കോട്ടയത്ത് നിന്നാണ്. ഏത് ട്രൂപ്പിലാണ് തുടങ്ങിയത്? ഞാൻ കോട്ടയം നസീറും കൂടെ ഒരുമിച്ചാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നസീർ പിന്നെ ഇവിടെ ഓസ്കാറിലോട്ട് പോന്നു. പിന്നെ തൊട്ട് പുറകെ ഞാനും വന്നു. പിന്നെ കൊച്ചിൻ സാഗർ, അബിക, നാദിഷ, ദിലീപാരുടെ കൂടെ അങ്ങനെ എന്നെയും പ്രചോദനം കഴിഞ്ഞൊക്കെ മുൻപ് കോട്ടയത്ത് നിന്ന് വരുന്ന ഒരു ബാച്ചാണ് കോട്ടയം നസീർ, വില്യംസ് ഇവരെല്ലാവരും. ഇതിനൊക്കെ ശേഷമാണ് പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട്. ഞാൻ അബികളുടെ സാഗറിൽ ഇവരെല്ലാം കൂടെ മാറിയപ്പോൾ ഞങ്ങളൊക്കെയായിരുന്നു. പിന്നെ സാഗറിൽ അവിടെ നിന്ന് മാറിയതിനു ശേഷമാണ്. അങ്ങനെയാണ് നിങ്ങൾ ഒരു സാഗർ ജീവികളാണ് എല്ലാവരും. കലാഭവനിൽ വന്നിട്ടില്ല നിങ്ങൾ? അത് രണ്ടുപേരും കലാഭവന്റെ, ഞാൻ കലാഭവനിൽ വന്നയാളാണ്. ഈ സുരേഷിനെ പറ്റി ഒരുപാട് കഥകൾ, ഇതൊക്കെ സത്യമാണോ ശരിക്കും? എല്ലാം സത്യമാണ്. ആള് തന്നെ സമ്മതിച്ചു. അല്ല, സുരേഷ് അമേരിക്കയിൽ പോയിട്ട് അല്ലേ? അമേരിക്കയിൽ പോകുമ്പോ ഇന്റർവ്യൂവിനാണ്. ആ കഥ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതില് പിന്നെ കേൾക്കാത്തൊരു സംഭവമുണ്ട്. ഇന്റർവ്യൂവിന് സായിപ്പ് ചോദിച്ചൊരു കഥയുണ്ട്. സായിപ്പ് ഇന്റർവ്യൂവിന് കൊണ്ട് നിർത്തിയിട്ട് അപ്പൊ ആദ്യം പാസ്പോർട്ട് വെച്ചാൽ കഥ പറ. അതാണ് അതിന്റെ ഏറ്റവും എന്നോട് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളുടെ പേര് പറഞ്ഞു തന്നു. ന്യൂയോർക്ക്, ഷിക്കാഗോ, ഫിലഡൽഫിയ, വാഷിംഗ്ടൺ DC, ഇതെല്ലാം എഴുതി തന്നേക്കുന്ന ഒരു പേപ്പർ. അപ്പം മൊത്തം എഴുതി തന്നിട്ട് പഠിക്കാൻ പറഞ്ഞേക്കാണ്. അപ്പോഴാണ് പക്രൂനെ എൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട് മനോജ്. അത്രയും നേരം മനോജാണ് പിടിച്ചത്, ഗിന്നസ്. അപ്പോൾ അന്നേരം പക്രു എന്ത് ചെയ്ത്, ഞാനിത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ ആസ്മക്ക് ഇങ്ങനെ വലിക്കുന്ന ഒരു അതന്നെ. അപ്പോൾ അത് ഞാൻ ഇത് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളി കറക്റ്റ് നിൽക്കുമ്പോൾ എൻ്റെ പോക്കറ്റിൻ്റെ അത്രേ ഉള്ളൂ, കറക്റ്റ് പോക്കറ്റിൽ കിട്ടി. ഞാൻ അറിഞ്ഞിട്ടില്ലത് ഇട്ടത്. അപ്പോൾ അന്നേരം ഞാനിവിടുത്തെ പഠിച്ചത് കഴിഞ്ഞ് കറക്റ്റ് അപ്പോഴും എത്തി, അവിടെ ഗേറ്റിൻ്റെ അടുത്ത് എത്തി. അവിടെ പിന്നെ 2 മിഷ്യൻ കണ്ണു വെച്ചിട്ട് 2 ഒരു നിൽപ്പുണ്ടല്ലോ, സെക്യൂരിറ്റി ഗാർഡ്. അപ്പോൾ എല്ലാവരും പറഞ്ഞ് എല്ലാം ബെൽറ്റ് എല്ലാം പേഴ്സെല്ലാം എടുത്ത്
വെക്കാൻ പറഞ്ഞൊരു ബോക്സ് വന്ന് അതിലേക്ക് എടുത്തിട്ട് അപ്പോൾ കയറി കഴിഞ്ഞപ്പോൾ പിന്നെയും കൊളോണാൻ പറഞ്ഞ് അടിച്ചോണ്ടിരിക്കുകയാണ് മെഷീൻ അടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞ് എന്ത് ഏതാவது പോക്കറ്റിൽ എടുക്കുക, ഞാൻ പറഞ്ഞു ഇല്ലാന്ന് പറഞ്ഞു. തമിഴിലാണല്ലേ? അപ്പോൾ എന്നോട് പറഞ്ഞ് ഇനി എന്തിനും എടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ എന്നോട് വെച്ച് സ്റ്റീൽ വലുതിട്ടുണ്ടോന്ന് വെച്ചു ശരീരത്തിൽ. ഞാൻ പറഞ്ഞു ഇല്ലാന്ന് പറഞ്ഞു. അതൊന്നൊരു പാസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോഴും അടിക്കണം. അപ്പോൾ അയ്യോ ഏതാவது പോക്കറ്റിൽ എടുക്കുക എന്ന് പറഞ്ഞു. അപ്പോഴേ ഈ പോക്കറ്റിൽ ഒരു സാധനം കിടക്കണം. ഞാൻ വേഗം എടുത്ത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് കൊടുത്ത് പറഞ്ഞു യോ ഓപ്പൺ പണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിത് എനിക്കറിയത്തില്ല ഇത് എങ്ങനെയാണ് ഓപ്പൺ ചെയ്തത്. അപ്പോൾ ഇത് ആ ടോപ്പോട് ഊരല്ല കൈയാണ് പ്രസ്സായി പോയി. പ്രസ്സാൽ ഈ പോകട് വന്നിട്ടുണ്ടല്ലോ. പിന്നെ ഒറ്റ സെക്കൻഡ് ഒന്നും ഓർമ്മയില്ല, 2 തോക്ക് അടിച്ചെന്നെ താഴ്ത്തെടുക്കാൻ. തോക്കിനെ പിടിച്ചിരിക്കാൻ സെക്കൻഡ് പോലും വേണ്ടി വന്നില്ല. വേഗം പീറ്റേട്ടനും ഉണ്ടപ്പക്കുറും എല്ലാം ഓടി വന്ന് ശരിക്കും പറഞ്ഞാൽ തട്ടിക്കളഞ്ഞാണ്. അവരെഴുതി വേറെന്തോ പാട്ടുകാരൻ. അപ്പോഴത്തേക്കും കാര്യം പറഞ്ഞ് ഉണ്ടപ്പക്കുറുവിനെ കണ്ട് ഇങ്ങനെ സംഭവം അവിടെ നിന്നാണ് തുടക്കം. എംബസിയിലേക്ക് കയറുമ്പോ തന്നെ നടയടിയായിരുന്നു. അത് കഴിഞ്ഞ് ഇവന് ഈ പാസ്പോർട്ട് ഫസ്റ്റ് വിളിക്കാതിരിക്കാൻ വേണ്ടി പുള്ളി എന്ന് വെച്ചാൽ അത്രയും പേരുടെ പാസ്പോർട്ടിന്റെ ഇടയ്ക്ക് എല്ലാ ബാക്കിയുള്ളവരെല്ലാം പോയിട്ടുള്ളതുണ്ട്. പുള്ളി ഇതിന്റെ ഇടയ്ക്ക് കയറ്റി വെച്ചു. അപ്പോൾ അടിയിലും അമേരിക്കയ്ക്ക് പോയവരും മേളിലും അമേരിക്കയ്ക്ക് പോയവരാണ്. അപ്പോൾ സാഹിബ് മേളിൽ നിന്ന് എല്ലായിടത്തും നോക്കിയപ്പോൾ ഇവരെല്ലാം പോയിട്ടുള്ളതാണ്. പുള്ളി എടുത്ത് മറിച്ച് വെച്ചു. അപ്പം രക്ഷപ്പെട്ട് നോക്കി പുള്ളി നിൽക്കുകയാണ്. അതെല്ലാം നോക്കി കഴിഞ്ഞാൽ എല്ലാം പോയതാണ്. അപ്പോൾ പുള്ളി ഇങ്ങനെ നോക്കിയിട്ട് ഒരു പാസ്പോർട്ട് ഇടയ്ക്ക് നിന്ന് എടുത്തിട്ട് നോക്കിയപ്പോൾ മിസ്റ്റർ അപ്പു സുരേഷ് എന്ന് വിളിക്കാല്ല, എന്റെ ചെവിട്ടിന്ന് എന്തൊക്കെയോ പറന്നുപോയി. ഞാനപ്പോ ഒളിച്ചൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് എല്ലാവരുടെ ക്യൂവില് മാറി പുള്ളി അവിടെ ചെന്ന് നിന്നപ്പോൾ സാഹിബ് ഇങ്ങനെ നോക്കി വേർ ആർ യു ഗോയിങ്? ഐ ഡോണ്ട് നോ. അത് കഴിഞ്ഞിട്ട് ടെൽ മീ യുവർ ഫാദർ നെയിം. കോറസ് പീറ്റർ, സ്മിത, ലാൽജി, ബെർണാഡ്, രാജേഷ് ഇങ്ങനെ പറഞ്ഞു. സ്മിത ഇവരൊക്കെ പറഞ്ഞു ഇത്രയും ഫാദർ ഉള്ള ഒരാളാണ് ഞാൻ. ഇത്രയും ഫാദേഴ്സും മദേഴ്സും വിചാരിച്ചത് സുരേഷ് എല്ലാം എനിക്ക് മനസ്സിലായില്ല. ആരൊക്കെയാണ് ട്രൂപ്പ് ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെ പേരായിരിക്കും എന്നാണ് സുരേഷ് വിചാരിച്ചത്. നമ്മളെ ഇവര് ശരിക്കും പറഞ്ഞാൽ വെളുപ്പിനെ തന്നെയാണല്ലോ. അത് തന്നെയല്ല ആദ്യത്തെ നടയടി തന്നെ പേടിച്ച് കേറുമ്പോൾ തന്നെ പറയുമല്ലോ പോകുന്ന സ്ഥലങ്ങൾ ചോദിക്കും, കൂടെ ഉള്ളത് ആരൊക്കെയാണെന്ന് ചോദിക്കും. അപ്പൊ ഇതെല്ലാം ഇവൻ ഓൾറെഡി പഠിച്ചു വെച്ചിരിക്കുകയാണ്. Who is your father? എന്ന് ചോദിച്ചാൽ കോറസ് പീറ്റർ, സ്മിത. ഇവൻ പഠിച്ചു വെച്ചിരിക്കുന്ന ഇതൊക്കെയാണല്ലോ. അപ്പൊ തന്നെ അവർക്ക് മനസ്സിലായി എന്തായാലും ഇവൻ മദ്രാസിൽ പോലും മുങ്ങത്തില്ല, രക്ഷപ്പെടാൻ പോലുള്ള തിരിച്ചു പോകും വീട്ടില്. അതുകൊണ്ട് തന്നെ അമേരിക്കയെ കുറിച്ചൊന്നും അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും മിസ് അടിച്ച് എന്നാണ് അവർ പറയുന്നത്. നമ്മുടെ അബദ്ധം കൊണ്ടായിരുന്നു, എനിക്കറിയാൻ പാടില്ല സംഭവിച്ചു പോയി. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും മിസ് അടിച്ച് കിട്ടി. മിസ് അടിച്ചു. മനാലി ശബ്ദം അനുകരിക്കുമായിരുന്നു. എന്തായിരുന്നു ശരിക്കും അമേരിക്കയിൽ പോയത് കലാഭവന്റെ ശബ്ദം അനുകരിച്ചിട്ടാണ് പോയത്. എങ്കിൽ തന്നെയും പിന്നെ തിലകൻ സാറിനെ ഒക്കെ ആദ്യകാലം മുതലേ. വെറുതെ ഇതുവഴി കയറിപ്പോയപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ച് കയറി എനിക്ക് വയറു നിറച്ച് ചായയും ആഹാരവും തരാൻ മനച്ച ആ മനസ്സുണ്ടല്ലോ, അതാണ്ടോ തനിക്ക് കിട്ടാൻ പോകുന്ന സ്ത്രീത്തിൽ വെച്ച് ഏറ്റവും വിലയേറിയത്. നിങ്ങൾ ചോദിച്ചില്ലേ ഞാൻ ആരാന്ന്? ആരുമല്ല. പെണ്ണും ചെറുക്കനൊന്ന് സംസാരിച്ചിട്ട് പോലുമില്ല അവൻ്റെ പാരൻസിനെ കിട്ടുന്ന സ്ത്രീത്തിൻ്റെ തൂക്കമാണ് അറിയേണ്ടത്. അവരൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ടാവാം എനിക്കൊന്നേ പറയാനുള്ളൂ. മക്കളെ, നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ കയ്യിലാണ്, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ NF വർഗീസേട്ടൻ, ഫ്രീസറിൻ്റെ ശബ്ദം ആദ്യമായിട്ട് കാസറ്റിലൊക്കെ ചെയ്തത് ഞാനായിരുന്നു. എന്ത് ചൂടാ, ഞാൻ തിരിച്ചു പോകുന്നു. ഈ മൺകുടം ഒരു തിരികടാത്ത വിളക്കിന് പിന്നിൽ സൂക്ഷിക്കും. നിനക്കുമുണ്ടല്ലോ ജന്മം എന്നൊരാൾ. മരണം ഒരു നാൾ അയാൾക്ക് സംഭവിക്കും. അന്ന് ബലിയിടാൻ വേണ്ടി മണപ്പുറത്ത് വന്നിരിക്കുമ്പോ ഒപ്പം ഞാനുണ്ടാവും. ഈ മൺകുടത്തിൽ അവശേഷിക്കുന്നത് ഇതേ പുഴലൊഴുക്കാൻ അന്ന് തടയാൻ ഒരുത്തിനുണ്ടാവില്ല. നീ കേൾക്കുന്നില്ലടാ മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം. എന്റെ അച്ഛൻ്റെ ചിത കത്തും കാലം വരെ നിനക്കായുസുണ്ടാവും എന്ന മോഹം. അത് തെറ്റായിരുന്നു എന്ന് തോന്നുമ്പോൾ നീ വാ, എന്റെ അച്ഛൻ്റെ കാൽ വിരളിലെ 2-3 നഖം വെട്ടിത്തരാം. കൊണ്ടുപോയി ചന്ദനമുട്ടിൽ വെച്ച് കത്തിച്ച് ആശ തീർക്കാം മോനെ ദിനേശ. പോടാ മോനെ ദിനേശ. അതുപോലെ നമ്മുടെ പറവൂർക്കാരനായ നമ്മുടെ സലീം കുമാർ നാഷണൽ അവാർഡ് വരെ എത്തിക്കുന്ന നമ്മുടെ മിമിക്രിക്കാരുടെ ഇടയിൽ നിന്ന് അഭിമാനമാണ്. അതിലുപരി ഷാജോൺ, അതുപോലെ നമ്മുടെ സുരാജ്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് മിമിക്രിക്കാരുടെ വില ശരിക്ക് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സലീം കുമാർ കാണാനൊരു ലുക്കില്ല എന്നുള്ള ഭയങ്കര കൃത്യമാണ്.
എനിക്കൊന്നേ പറയാനുള്ളൂ. എല്ലാവരും പറയുന്നുണ്ട് സിദ്ദിഖ് ലാലിന്റെ മാന്നാർ മത്തായും അതുപോലെ ഗോഡ് ഫാദറും 150 ദിവസവും 250 ദിവസമൊക്കെ ഓടും. അത് പടമാണ്. എല്ലാവരും ബുദ്ധിമുട്ടിയ സമയമുണ്ടെങ്കിൽ എല്ലാ പടവും കിട്ടാം. അത് കുറ്റം പറഞ്ഞ ഒരു കാര്യമില്ല. അപ്പൊ അതുപോലെ നമ്മുടെ ബിജുക്കുട്ടൻ, ദൈവമേ, അയ്യോടി പൊന്നോ, കേരള പോലീസ് കുളിപ്പിക്കണേ, കുടിക്കണ തുപ്പിട്ടില്ല. അങ്ങനെ അല്ല പിന്നെ അയ്യോ അയ്യോ അയ്യോ, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഷാജോന്റെ കൂടെ വില്ലനായിട്ട് തന്നെ എല്ലാം മേടിച്ചെടുക്കാണ്. ഞങ്ങൾ ചെന്നാണോ അമ്മോ. അതുപോലെ നമ്മുടെ മണിച്ചേട്ടൻ, വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ഒരു അടയിലോ എല്ലാവർക്കും അറിയാലോ. അപ്പൊ ഏതായാലും നമുക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ആ ചിരി എന്ന് പറയുമ്പോൾ അറിയാലോ. പ്രിയമുള്ള കലാസ്നേഹികളെ, നമ്മുടെ സിനിമ ചിരിമ എന്ന പരിപാടി അത് ലോകത്തുള്ള മലയാളി എല്ലാവരും കാണുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ സമയമുള്ളപ്പോൾ എല്ലാവരും ഒന്ന് കാണാം, നമുക്ക് അടിച്ചു പൊളിക്കാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. അപ്പോൾ നമ്മുടെ വാസന്തി ലക്ഷ്മിയും ആ രാമു എന്ന കഥാപാത്രം. വാസന്തി, 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 നിന്റെ കൊച്ചേട്ടനെ വിളിക്കണേ. എന്റെ വാസന്തി ഒന്ന് കണ്ണുറന്നേ. കൃഷേട്ടാ, എന്റെ വാസന്തിനെ കുളിപ്പിച്ചുണ്ടേ കിടത്തിയ കൃഷേട്ടാ, എന്നെന്താ അങ്ങട്. വാസന്തി, വാസന്തി, കൊച്ചേട്ടനെ കണ്ണിട്ടാൻ പ്രാർത്ഥിച്ചിട്ട് എന്റെ വാസന്തിയുടെ കണ്ണ് മീ കൊത്തി തിന്നറിഞ്ഞല്ലോ. വാസന്തിക്ക് ലോകം കാണാൻ കണ്ടില്ലെങ്കിൽ എന്റെ കൊച്ചേട്ടന് കണ്ണു വേണ്ട, കണ്ണു വേണ്ട. വാസന്തിയെ, എന്റെ കൊച്ചേട്ടൻ പോവാ. കൃഷ്ണേട്ടാ, എന്റെ വാസന്തിക്കുള്ള കുഴി തെങ്ങുപുറത്തുള്ള തൈത്തെങ്ങിനെടുക്കെടുക്കണോട്ടാ. ഒരു പെണ്ണിട്ട് അവിടെ പോയിരിക്കാറ്. കഴുതക്കുട്ടി ഒന്നും തുറന്നു പറയില്ല, എല്ലാം ചങ്കിലൊളിപ്പിക്കും. എന്തെങ്കിലും തുറന്നു പറഞ്ഞാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. വാസന്തിയെ, എന്റെ കൊച്ചേട്ടൻ പോവാ. വാസന്തിയിലാത്തി നശലോകം കാണാൻ എന്റെ കൊച്ചേട്ടൻ കണ്ണു വേണ്ട. കൃഷ്ണേട്ടാ, ഞാൻ പോവാ. കഥാപാത്രമായി ജീവിക്കുകയാണ്. അതങ്ങട് ആയിപ്പോ. ഈ മണിയുടെ ഗംഭീരമായിരുന്നു അല്ലേ, ആ ഇമോഷനും എല്ലാം കൊണ്ടും. സത്യത്തിൽ ഇവന് ഇത് അനുകരിക്കുന്ന കണ്ടിട്ടാണ് ആദ്യമായിട്ട് ഇവന് സ്പോൺസർ അമേരിക്കക്ക് കൊണ്ടുപോകുന്നത്. ആ, ഇത് അനുകരിക്കുന്ന അപ്പം തോമസ് സാറ് പാവാന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് സ്ട്രീമിലോട്ട് പോകുന്നൊരു ഇതൊക്കെ ഉണ്ട്, പോർഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റേജിൽ അവിടെ ചെന്നിട്ട് ഈ സ്പോൺസർ ഇവനൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വിളിച്ചു. മണി ആദ്യമായിട്ട് ഇവിടെ ഈ വാസന്തി ലക്ഷ്മിനും ചെയ്യുന്നത് സുരേഷാണെന്നൊക്കെ പറഞ്ഞു. ഇവനെ ശരിക്കും അങ്ങ് പൂഴ്ത്തി. അപ്പോൾ ഇവനൊന്ന് ഓർത്ത് സ്പോൺസറിനെ കൂടെ ഒന്ന് സൂചിപ്പിച്ചേക്കാം, അപ്പം ചേട്ടനും കൂടെ നിൽക്കെന്ന് പറഞ്ഞിട്ട് ഈ ഡയലോഗ് പറഞ്ഞ അവസാനം തോമസ് സാറ് പാവാ, തോമസ് സാറ് പാവാ, ഞാൻ സ്പോൺസറുടെ കഴുത്തെല്ലാം കൂടെ പിടിക്കും ഓട്ടിച്ച് പുള്ളി മറ്റേ നെക്ക് ഇതൊക്കെ ഇട്ടിട്ട് ഇവിടെ അവർ നടപ്പുണ്ടെന്ന് അറിഞ്ഞ് അവിടെ തുടങ്ങി പിന്നെ പുള്ളി ഉപേക്ഷിച്ചു പോയി. കുഴപ്പമില്ലായിരുന്നു. പാസ്പോർട്ടൊക്കെ തന്നു കൊള്ളാൻ പറഞ്ഞു. നമുക്കൊരു സ്കിറ്റാണ് ഇനി പെർഫോം ചെയ്യാൻ പോകുന്നത്. മാഡം, ഈ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ വേണ്ടത്? ബ്രേക്ക്ഫാസ്റ്റിനോ എന്താ സ്പെഷ്യൽ ഐറ്റംസ് എന്തെങ്കിലും സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വെറൈറ്റി ഉദ്ദേശിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ വെറൈറ്റി ഫുഡ് മാത്രമേ ഇവിടെ കിട്ടുള്ളൂ. ഓക്കെ, എന്തൊക്കെ വെറൈറ്റീസ്? വെറൈറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ പുളിച്ച തൈരും പൊറോട്ടയുണ്ട്, പിന്നെ പഴം പുഴുങ്ങിയതും പോത്തിറച്ചി. വേറെ ഒന്നും ഇല്ലേ? ഇതാണ് വെറൈറ്റി. നമ്മൾ വെറൈറ്റി ആയിട്ട് കൊടുക്കുന്ന സംഭവങ്ങൾ അതൊക്കെയാണ്. ആണല്ലേ? എനിക്കൊരു ഏത്തക്ക പുഴുങ്ങിയത് മതി. പോത്തിറച്ചി വേണം? വേണ്ട, ഏത്തക്ക പുഴുങ്ങിയത് മാത്രം മതി. മതി, രാവിലെ അല്ലേ, എത്ര ഹെവി വേണ്ട. കോമ്പിനേഷൻ കൂടി കഴിക്കാറില്ലല്ലോ. വേണ്ട ചേട്ടാ, അത് ശരി, നമുക്ക് പിന്നെ ട്രൈ ചെയ്യാം. എനിക്ക് വയ്യ, എന്നെ കെയർ ചെയ്യാൻ എത്ര ആൾക്കാരെന്ന് പറയാം. ഫുഡ് വെറൈറ്റി ഫുഡൊക്കെയാണ് നമ്മൾ ഷെഫ് ക്രിയേറ്റ് ചെയ്യുന്നത്. പുതിയ ആൾ വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നാവലൊക്കെ വെള്ളം വരണ്ട് അല്ലേ? അതൊന്നും വേണ്ട, നമുക്ക് സ്കിറ്റ് കാണാം. അതാണ് ഇപ്പോൾ ഏറ്റവും നല്ലത്. അപ്പോൾ സ്കിറ്റിനായിട്ടുള്ള താരങ്ങളൊക്കെ റെഡിയാണ്. ഓയ്, ഹലോ, ജ്യൂസ് വല്ലതും വേണമെന്ന് അറിയാൻ വേണ്ടിട്ട്. ജ്യൂസ് ഇപ്പൊ വേണ്ട, കുറച്ച് നേരം കഴിഞ്ഞിട്ട് മതി. നല്ല വെറൈറ്റി ആയിട്ടുള്ള ജ്യൂസ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഓ, അതും വെറൈറ്റി ആണോ? എന്തൊക്കെയാണ് ചേട്ടാ, പറയൂ. മുരിങ്ങാക്കോല് ജ്യൂസ് ഉണ്ട്, വഴുതനങ്ങ ജ്യൂസ് ഉണ്ട്, കൂർക്ക ജ്യൂസ് ഉണ്ട്. പിന്നെ ഞങ്ങളുടെ വെറൈറ്റി എന്ന് വെച്ചാൽ കോളിഫ്ലവറും വൻപയറും ചേർത്ത് ഒരു ഒറ്റ അടിയുണ്ട്. അത് വേണമെങ്കിൽ ഒരു ഗ്ലാസ് എടുക്കാം. ഇങ്ങനെ അടിക്കണോ? ഇങ്ങനെയല്ല ജ്യൂസ് അടിക്കുന്നത്.
കോളിഫ്ലവറും വൻപയറും ചേർത്ത്. വേണ്ട, എനിക്കൊരു ക്യാരറ്റ് ജ്യൂസ് മതി. ക്യാരറ്റ് ജ്യൂസ് മതി. അതെ. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓ, ഇങ്ങനെയൊക്കെ വെറൈറ്റീസ് ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ടോ ആൾക്കാർ? എനിക്ക് അറിയാൻ പാടില്ല. നമ്മനൊക്കെ സാധാരണ ഭക്ഷണം. മാഡം നേരത്തെ പറഞ്ഞില്ലേ ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യം പറഞ്ഞില്ലേ, അത് എന്ത് വേണമെന്നാ പറഞ്ഞത്? എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. എന്റെ ചേട്ടാ, എനിക്ക് ഒരു കാര്യം ഞാൻ പറയാം, അത് അതേപോലെ തന്നാ മതി, വേറെ ഒന്നും തരണ്ട. വെറൈറ്റി ആണ്. വെറൈറ്റി ആണ്, പുതിയ സാധനമാണ്, അത് ഉണ്ടാക്കി തരണം. എനിക്കൊരു ഭീമ, ശ്രദ്ധിച്ചു കേട്ടോളൂ, ഒരു കേരള, ഒരു കർണാടക, പിന്നെ ഒരു തമിഴ്നാട്. വേഗം തരുമോ? വേഗം തരണേ. കർണാടക. ഇങ്ങനത്തെ ഒക്കെ പൊട്ടന്മാരാണ് ഈശ്വര ഷെഫായിട്ട് വരാൻ പോണം. അല്ല, എന്താണെന്നാ പറഞ്ഞത്? എന്തൊക്കെയാണ് ഇത് ഉണ്ടാക്കാൻ? ഭീമ, കേരള, കർണാടക, തമിഴ്നാട്. ഇപ്പൊ എനിക്ക് വേണം. അയ്യോ, കളിയാക്കിയതാണല്ലേ? അല്ലെന്നല്ല, അവരെ കളിയാക്കരുത്, കളിയാക്കരുത്. എനിക്കത് ഭയങ്കര ഫീലിങ്സ് ആയി. മനസ്സിലായല്ലോ ആളെ കളിയാക്കാൻ നേരത്തെ നോക്കിയതല്ലേ? ശരി, ഒന്നും വേണ്ട, ഈ പറഞ്ഞ സാധനങ്ങളൊന്നും വേണ്ട. എന്തെങ്കിലും ഒന്ന് ചൂടോടെ എന്തെങ്കിലും തരാൻ പറ്റുമോ? സ്പെഷ്യൽ ആയിട്ടുള്ള തന്നാൽ ഞാൻ അങ്ങനെ കഴിച്ചോളാം. ഇപ്പൊ എന്താ തരാൻ വെറൈറ്റി ആയിട്ടല്ലേ? സ്പെഷ്യൽ ആയിട്ട് ഇപ്പൊ ഒരു കാര്യം ചെയ്യാം. സ്പെഷ്യൽ ആയിട്ട് നമുക്ക് ഒരു അടിപൊളി സ്കിറ്റ് അങ്ങോട്ട് ഉണ്ടാക്കി തരാം, ചൂടോടുകൂടി. റെഡിയാണോ? റെഡി. ഉറപ്പല്ലേ? ശരി, ഞാൻ ഇങ്ങനെ വിശന്നോണ്ടിരിക്കുന്നത് കാത്തിരിക്കാം. ഒന്ന് വേഗം തരുമോ? ശരി, ഓക്കെ, എന്നാ പൊക്കോളൂ. അപ്പൊ നമുക്കൊരു അടിപൊളി സ്കിറ്റ്, ചൂടോടെ സ്കിറ്റ് കാണാം, അല്ല കഴിക്കാം. ഭീമ സിനിമ ചിരുമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഭീമ, കേരള, കർണാടക ആൻഡ് തമിഴ്നാടു. വ്യത്യസ്തത ഇഷ്ടപ്പെടാത്തവരായി ആരുമില്ല. ഇവിടെ കുറച്ച് ചെറുപ്പക്കാരുടെ കൂട്ടായ്മയിലൂടെ നടത്തുന്ന തികച്ചും വ്യത്യസ്തമായൊരു കാറ്ററിംഗ് സർവീസിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് പ്രിയമുള്ളവരെ, വെറൈറ്റി കാറ്ററിംഗ് സർവീസിൻ്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, ഒരു 5-6 വർഷമായി ഞങ്ങൾ സംഭവം തുടങ്ങിയിട്ട്. പക്ഷേ ഇപ്പോഴാണ് ഒരു ഓഫീസിലുള്ള കാര്യങ്ങളൊക്കെ തരപ്പെട്ടത്. അപ്പോൾ ഈ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് മെമ്പർ തങ്കപ്പഞ്ചേട്ടൻ കുട്ടപ്പനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഒറ്റക്കല്ലേ വന്നിട്ടുള്ളൂ. അല്ല, ചേട്ടൻ കുളിച്ച് കുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ തങ്കപ്പനല്ലേ? ഇയാൾ തങ്കപ്പനാണോ? കുളിച്ചു കഴിഞ്ഞപ്പോൾ കുട്ടപ്പനായി, അത്ര മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ നമ്മൾ പരിപാടി ആരംഭിക്കുകയാണ്. ഞങ്ങളുടെ കാറ്ററിംഗ് സെന്ററിന്റെ ഒരു പ്രാർത്ഥനാ ഗാനത്തോടു കൂടി പരിപാടി ആരംഭിക്കുന്നു. തുടങ്ങിക്കോ. വെണ്ടയ്ക്ക തക്കാളി വട്ടത്തിൽ വെട്ടി, മുരിങ്ങാക്ക മത്തങ്ങ നീളത്തിൽ കീറി, പരിപ്പിട്ട് തിളപ്പിച്ച വെള്ളത്തിലിത്തിരി സാമ്പാർ പൊടിയിട്ട് കുത്തി കലക്കി, കായപ്പൊടി ഉലുവാപ്പൊടി മൂക്കിപ്പൊടി ചേർത്ത്, മല്ലിയില കറിവേപ്പില കരിയിച്ചെടുത്ത്, അങ്ങനെ എങ്ങാണ്ടൊരു സാമ്പാറുണ്ടാക്കി, ദൈവമേ നാട്ടാരെ കാത്തുകൊള്ളണേ. ദൈവമേ എങ്ങാണ്ടൊരു സാമ്പാറുണ്ടാക്കി, ദൈവമേ നാട്ടാരെ കാത്തുകൊള്ളണേ. കൂട്ടത്തില് ഞങ്ങളെ പ്രിയമുള്ളവരെ, നമ്മുടെ ലോഡിങ് ആരംഭിക്കുകയാണ്. അയ്യോ, ലോഡ് വന്നിട്ടുണ്ട്, പച്ചക്കറി ഇറക്കാൻ. ചാടി നിൽക്ക്. പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളൂ, ഒക്കെ റെഡിയാക്കിയേക്കാം. അല്ല രാമൻകുട്ടി, എന്തേ ലോറും പച്ചക്കറി ലോഡും ഒക്കെ ഇങ്ങോട്ട് വന്നിരിക്കുന്നു. ഇന്ന് ചന്ത ദിവസമല്ലേ, ഇന്ന് എടുത്താലല്ലേ നമുക്ക് വല്ല മെച്ചം കിട്ടുള്ളൂ. അത് കാരണം കൊണ്ട് അപ്പൊ സ്റ്റോക്ക് പ്രിയമുള്ളവരെ, അടുത്തായിട്ട് സ്വാഗതം പറയുക എന്ന ചടങ്ങാണ്. ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ പ്രിയങ്കരനായ നാരായണൻകുട്ടിയെ ക്ഷണിച്ചുകൊള്ളുന്നു. നാരായണൻകുട്ടിയെ എടാ സ്വാഗതം പറയാനേ. ഞാനാണ് സ്വാഗതം പറയണത്, പിന്നെ നീയല്ലേ പറയുന്നത്. പ്രിയമുള്ളവരെ, വൃത്തിയായിട്ടോ ഞാൻ ചാക്കും കെട്ട് വാസ്തവം. പ്രിയമുള്ളവരെ, വെറൈറ്റി കാറ്ററിംഗ് സെന്റർ ഓഫീസിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നല്ലവനായ ബഹുമാനപ്പെട്ട മെമ്പർക്ക് എൻ്റെ പേരിൽ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. പിന്നെ ഇതിനു വേണ്ടി ആദ്യമേ തുടങ്ങി നമ്മുടെ കൂടെ പ്രവർത്തിച്ചിട്ടുള്ള രാമൻകുട്ടി ചേട്ടന് എൻ്റെ പേരിലും വെറൈറ്റി കാറ്ററിംഗിൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഇവിടെ കൂടിയിട്ടുള്ള എല്ലാ നല്ലവരായ നാട്ടുകാർക്കും എൻ്റെ പേരിലും കാറ്ററിംഗ് സർവീസിൻ്റെ പേരിലും ഇതിന്റെ സ്വാഗതം അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ ചാക്ക് മെമ്പർ കൊണ്ടുപോയില്ലേ? നേരത്തെ പറയണ്ട, തുണിയും പൊക്കി പിടിച്ചോണ്ട്. പ്രിയമുള്ളവരെ, ഉദ്ഘാടനത്തിനുള്ള സമയമായിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട്
തങ്കപ്പഞ്ഞാണിനെ പറ്റി ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട ആളാണ് അദ്ദേഹം. ഇപ്പോഴും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി അയാൾ കഷ്ടപ്പെടും. അങ്ങനെയുള്ള തങ്കപ്പഞ്ഞാണിന്റെ ഉദ്ഘാടനത്തിനായിട്ട് ഞാൻ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. തങ്കച്ചേട്ടോ ഉദ്ഘാടിച്ചേച്ചു പോ. എന്റെ തലയിൽ കയറ്റി വെച്ചിരിക്കുന്നേ ഇതൊന്നും ഇറക്കി വേഗർക്ക് ദൈവമേ. അപ്പൊ ഞാൻ ഉദ്ഘാടനം ചെയ്യണം. ആ ചെയ്തോ. എല്ലാവരും ഇവിടെ എന്നെ ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചു വരുത്തിയതിൽ എനിക്ക് ഇങ്ങനെ തന്നെ വേണം. പ്രിയമുള്ളവരെ, വെറൈറ്റി കാറ്ററിംഗ് സർവീസിന്റെ ഈ ഓഫീസ് ഉദ്ഘാടനം ഞാൻ ഔപചാരികമായി നിർവഹിക്കാൻ പോവുകയാണ്. ഇവരുടെ ഈ നല്ല സംരംഭത്തെ ഞാൻ എന്നും പ്രോത്സാഹിപ്പിക്കാൻ തന്നെ ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ തുടങ്ങാം. നാട് എവിടെ? പെരുമ്പാവൂര്. എടാ പോട്ടെ, അതാണ് ചോദിച്ചത്. നാട് മുറിക്കാനുള്ള നാടൊന്നുമില്ല. ഇതെങ്ങനെ മുറിക്കും? കത്തിയില്ലേ? കലവറയല്ലേ ഇത് വെച്ച് മുറിച്ചാൽ? നിങ്ങളുടെ എല്ലാവരും അനുവാദത്തോടു കൂടി ഇത് മുറിച്ചാൻ ഉദ്ഘാടനം ചെയ്യാൻ പ്രഖ്യാപിക്കുന്നു. അപ്പൊ രാമൻകുട്ടി എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കാൻ മറക്കരുത്. അപ്പൊ ഒരു കാര്യം ചെയ്യ്, അവിടെ ഒരു 2 ഏക്കർ സവാള പൊളിച്ചു നോക്കോ. എന്നെ ഇത്രയായിട്ട് തോപ്പിച്ചോമ്പോ ഞാൻ സവാള പിടിച്ചു. പിന്നെ അപ്പൊ ഉദ്ഘാടനമൊക്കെ അങ്ങോട്ട് ഭംഗിയായിട്ടാണ് കഴിഞ്ഞ്. എന്റെ ദൈവമേ, അടിപൊളി. നമ്മുടെ കുറെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു നമുക്കൊരു ഓഫീസ് വേണമെന്ന്. സത്യം അല്ലേ? ഞാൻ പറഞ്ഞില്ലേ വച്ചടി വെച്ചിട്ട് കേട്ടായിരിക്കുന്നു. ആളുണ്ട്. കിട്ടണില്ലല്ലോ. ഇവിടെ തന്നെയാണോ പോയത്? ശരിക്കും നോക്ക്. സംഗതി കിട്ടണില്ലല്ലോ. സംഗീതത്തിന് അല്പം കമ്പുള്ള ആളാണേ. വന്നത് മോമൊക്കെ പറയാം. നിങ്ങളല്ലേ ഈ കാറ്ററിംഗിന്റെ തത്തിയിടുക ആ മിടുക്കന്മാര്? അപ്പൊ നോം മനസ്സിലായില്ലെന്ന് തോന്നുന്നു. മനസ്സിലായില്ല. അതല്ല വന്നപ്പോ തന്നെ ആരാണെന്ന് ചോദിച്ചു. ഹൈ, മേമനം ഇല്ലം എന്ന് കേട്ടിട്ടുണ്ടോ? ആ മേമനം ഇല്ലത്തിന്റെ തൊട്ടിപ്പുറ താമസിക്കുന്ന ശിവരാമന്റെ മകൻ രാമനാണ്. അവിടത്തെ കാര്യസ്ഥനും കൂടി ആണേ. അപ്പൊ പറഞ്ഞും പിടിച്ചും വരുമ്പോ അടിച്ചളിക്കാരി സാവിത്രിയുടെ മകൻ. മോം വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത മാസം 1-ാം തീയതി മോമിന്റെ വേളിയാണേ. അതും 4-ാമത്തെ. ശ്വാസം മുട്ടാണെങ്കിലും കരിമ്പാറ വെക്കണേന് കുഴപ്പമൊന്നുമില്ല. അസാമാന്യ സരസപ്രിയനാണ് കേട്ടോ. ആള് ഇത്രേ ഉള്ളെങ്കിലും ദേ ഈ നീട്ടത്തിലാണ് പറയണത്. അപ്പൊ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മോമിന്റെ കല്യാണത്തിന് വേണ്ട സദ്യാവട്ടങ്ങൾ നിങ്ങൾ ഒരുക്കി തരണം. അത് നമ്മൾ അടിപൊളിയാക്കി തന്നെ. ഓക്കെ. അപ്പൊ ഇത് എത്ര പേരിനാന്ന് അറിയണ്ടേ? ഒരു 400 500 അത്ര ഒന്നും വരില്ല. ഏകദേശം ഒരു 200 പേരുടെ സദ്യ എങ്കിലും വേണ്ടി വരും. 100 പേരുടെ ഉള്ളു. അതെ, അത് നമ്മൾ ഗംഭീരമാക്കി തന്നേക്കാം. അപ്പൊ ഇതിന് വേണ്ടത് നല്ല കുത്തരിയുടെ ചോറും, അതിനകത്ത് സാമ്പാർ, കാളൻ, ഉപ്പേരി, അച്ചാറ്, ഇല, ഗ്ലാസ്, വെള്ളം. ഇത് തിന്നാനുള്ള ആളെയും കൊണ്ടേ തന്നെ. ആളെയൊക്കെ തിന്നെ എന്താ ഈ പറയണത്? അതൊന്നും വേണ്ട. അപ്പോ സദ്യ ഏറ്റ സ്ഥിതിക്ക് നാം ഒരു കിഴി വേണം, കഴിയുമ്പോൾ തരും. ശരി, അപ്പൊ കഴിഞ്ഞിട്ട് കാണാം. സംഗതി സദ്യയൊക്കെ വെടിപ്പായിരിക്കും. അപ്പൊ മിടുക്കന്മാര് അതെല്ലാം ഭംഗിയാക്കി. അപ്പേ 1-ാം തീയതി അത് ഇങ്ങോട്ട് ശരിയാക്കാം. ഹലോ ഹലോ, ആരാ? വെറൈറ്റി വിജയൻ. വെറ്റിനറി സർജനോ? മെഡിക്കൽ സർജൻ അല്ല, വെറൈറ്റി വിജയൻ. എന്നാ വിജയ? എങ്ങനെയുണ്ട് ഓഫീസൊക്കെ ഉദ്ഘാടനം ചെയ്തിട്ട്? പിന്നെ പക്ക വെറൈറ്റി അല്ലായിരുന്നു, അടിപൊളി. അപ്പൊ നാളെയാണ് നമ്മുടെ റിസപ്ഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതെ അറിയാം. മറ്റേ മസാല മസാല ദോശ. മസാല ദോശ. പിന്നെ നമ്മളെ നിങ്ങൾ പറഞ്ഞ വെറൈറ്റി സാധനം കല്ലുമേക്ക. നിങ്ങൾ അത് ഏറ്റവുകൊണ്ടാണ് നിങ്ങളെ ഞാൻ ഈ പരിപാടി ഏൽപ്പിച്ചത്. പിന്നെ ഉണ്ടെന്ന് കല്ലുമേക്ക കൊണ്ടുവരും. അപ്പൊ നാളെ 6 മണിക്കാണ് റിസപ്ഷൻ. ഞങ്ങൾ 3 മണിക്ക് തന്നെ അടി തുടങ്ങിയേക്കാം. 3 മണിക്ക് അടിച്ച് ബോധം കെടാനല്ല പറഞ്ഞത്. മസാല ദോശ ഉണ്ടാക്കട്ടെ. എടുക്കുന്ന കാര്യമല്ല പറഞ്ഞത്, ഞാൻ മസാല ദോശയുടെ കാര്യം ഉദ്ദേശിച്ചത്. അപ്പൊ ശരി, നാളെ 3 മണിക്ക് കാണാം. ആയിക്കോട്ടെ, ഒന്നും പേടിക്കണ്ടോ? ഓക്കെ. അതെ തന്നെ എന്റെ പനെ നമ്മുടെ അമ്പലം ഇല്ലേ? അമ്പലത്തിലെ പുറകെ കിടക്കണ വഴി, ആ വഴി നേരെ ഓഡിറ്റോറിയത്തിലേക്കുള്ള ഇങ്ങനെ പോരി. അത് തന്നെ. ഓക്കെ. എന്റെ മക്കളെ നിങ്ങൾ മാത്രമേ വന്നുള്ളൂ. അച്ഛനും അമ്മയൊക്കെ എന്ത് ചെയ്യും? അവരെയൊക്കെ ഇട്ട് വരണ്ടായിരുന്ന? രാധ ഇന്നലെ നിന്റെ കെട്ടിയവൻ സമയത്ത് തന്നെ അവിടെ എത്തിയാ. എന്നാ വെള്ളാടിയായിരുന്നു ഇവിടെ കിടന്നത്. എന്റെ പള്ളക്കെട്ട് കൂത്തി ഒരു സൈഡ് മുഴുവൻ കളഞ്ഞു. എന്തായാലും ആട്ടെ, അവനവിടെ എത്തിയില്ല, സമാധാനമായി. ചിറ്റു ആരെയും കാണുന്നില്ല. ചിറ്റപ്പോ, എന്റെ പൊന്നെ നിങ്ങൾ വന്നേ പറയട്ടെ. എന്തോരം കാര്യങ്ങൾ ഞാൻ ഏൽപ്പിച്ചിട്ട് പോയതാ. വല്ല ഉത്തരവാദിത്തം ചെയ്യുന്നുണ്ട്. അതെ, നമ്മൾ ആ ബൊക്കയും മറ്റേ മുല്ലപ്പൂ ഏർപ്പാടാക്കിയിട്ടുണ്ടോ? ഉണ്ടെന്നാണാ ഇല്ലെന്നാണാ? ഉണ്ടെന്ന്. അതൊന്ന് വാതറൊന്ന് പറയാൻ പാടില്ല. ചോദിച്ചാൽ തലയായിരിക്കും. അതെ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ബൊക്ക മേടിക്കാൻ വിട്ടവൻ ആ വഴി പൊക്കളഞ്ഞു. അവനെ പിന്നെ ഈ വഴിക്ക് പോലും കണ്ടിട്ടില്ല.
പിന്നെ ഞാൻ ഷാപ്പിൽ കള്ളടക്കണ കുനിയല്ലേ കുനിയനല്ല ചോർപ്പ. അതിനകത്ത് കോളിഫ്ലവർ കയറ്റിയാണ് ചെറുക്കനെ സ്വീകരിച്ചത്. സംഗതി വെറൈറ്റി ആയിട്ടാ കല്യാണം നടത്തുന്നത്, അതുകൊണ്ടായി പറഞ്ഞത്. ആ എന്നാ പിന്നെ ആ കാര്യങ്ങൾ നടത്തിക്കോ. എടാ ഇവന്മാരൊക്കെ ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞേ. നമ്മളെ സ്കോഷ് കലക്കിയ ഇങ്ങനെ ഇട്ട് അലക്കിയ ഈ തലയൊക്കെ തെറിച്ചു പോകും. ചോദിക്കുന്ന മറുപടി പറ. ഇല്ലെന്നേ. ആ എന്നാ അത് പോയി കലക്ക. ആൾക്കാർ ഇവിടെ സമയത്തിന് വരുമ്പോൾ വെള്ളം കൊടുക്കണം. ഞാൻ നല്ലൊരു കലക്ക് ആ പോയി കലക്ക്. കലക്ക് അത് കുടിക്കാനുള്ളതാണ്, നശിപ്പിക്കരുത്. ആളവിടെ നിങ്ങൾ ഇപ്പോഴാണ് പറഞ്ഞത്? അയ്യോ ഞങ്ങളിവിടെ 3 മണിക്കെത്തി. 3 മണിക്കെത്തി? ഞങ്ങൾ നേരത്തെ വന്ന് റെഡി ആക്കിയില്ലേ? ദൈവം എന്നാലും സിംഹളന്മാരായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. കല്യാണം വെറൈറ്റി ആണ്, നിങ്ങളും വെറൈറ്റി ആണ്. അടിപൊളിയായിട്ടുണ്ട്. ചായ കുടിച്ചായിരുന്നു? ചായ കുടിച്ച്. കടിയൊക്കെ കഴിച്ചല്ലോ? അടിയും കഴിച്ചു. അപ്പൊ മാവൊക്കെ റെഡിയല്ലേ? മാവൊക്കെ വെട്ടിക്കീറി വെച്ചേക്കല്ലേ, ബോഡി എത്തിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ ദഹിപ്പിച്ച് പണ്ടാരടിക്കേക്കാം. അരക്കത്തിയുടെ കാര്യം ഇവിടെ കല്യാണം നടക്കുന്നത്. സോറി. അതെ ഈ കല്യാണവും മരണവും കല്യാണവും ഒക്കെ കൂടിക്കൊഴിച്ച് നടക്കണാരുടെ ഒരു കൺഫ്യൂഷൻ എത്രയേ ഉള്ളൂ. ഞാൻ ഉദ്ദേശിച്ചത് മാവ് ദോശ ഉണ്ടാക്കണ മാവ്. ദോശമാവിന്റെ കാര്യമാണോ? അതൊക്കെ ചവിട്ടി കൂട്ടി എപ്പോഴാ കുറച്ച് റെഡിയാക്കി വെച്ചാക്കണ്. ദൈവമേ ഇത്രയും നേരമായിട്ട് ഉണ്ടാക്കിയില്ലേ? ഒരിക്കൽ തണുത്ത് കൊടുത്താൽ മതിയാ? ചൂടുള്ളത് കൊടുക്കണം. അതാണ് പറഞ്ഞത് അപ്പിട്ടാക്കി കൊടുക്കാൻ. ഇത് വെറൈറ്റി കല്യാണം അറിയാലോ. അറിയാം. അപ്പൊ ഇതൊക്കെ വെറൈറ്റി ആയിട്ടാണ്, അതുകൊണ്ടാണ് നിങ്ങളെ തന്നെ ഇത് ഏൽപ്പിച്ചത്. അടിപൊളി വെറൈറ്റി പന്തലൊക്കെ നോക്കി എന്ത് രസം. വന്ന സ്ഥിതിക്ക് പറഞ്ഞില്ല എന്ന് പറയരുത്. എന്താണ് സംഭവമൊക്കെ നല്ല സെറ്റപ്പ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട്, പ്രത്യേകിച്ച് ഈ കലവറ. അതാണ് മണിയറ. മണിയറാണത്. എന്നാലും നല്ല അടിപൊളിയായിട്ട്. മണിയറ കണ്ടിട്ട് കൊതിയായിട്ടും ഇവന് ഏത് കല്യാണ വീട്ടിൽ കണ്ടാലും അവന് മണിയറ കാണുമ്പോ ഭയങ്കര കൊതിയാണ്. നിന്റെ അസുഖം എന്താണെന്നൊക്കെ എനിക്ക് അറിയാട്ടാ. സംഭവം അറിയാവാ, നമ്മുടെ കല്യാണം മൊത്തത്തിൽ വെറൈറ്റി ആണ്. വെറൈറ്റി ആയിരിക്കണം. കല്യാണം എന്ന് പറഞ്ഞാൽ ചെറുക്കനും പെണ്ണിനെ ഒരു പന്തലിരുത്തിയാ കെട്ടിച്ചത്. അതൊരു വെറൈറ്റി അല്ലേ? വെറൈറ്റി ആണല്ലോ. കല്യാണം കഴിഞ്ഞ് ഒരു ആനയിച്ച് കൊണ്ടുവന്നല്ലേ? ഒരാനപ്പുറത്തല്ല, 2 ആനപ്പുറത്താ കൊണ്ടുവന്നത്. അതൊരു വെറൈറ്റി അല്ലേ? പിന്നെ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല. എന്താണ്? നമ്മൾ കല്യാണം കഴിഞ്ഞ് വരെ നമ്മൾ ഹണിമൂൺ വിടിയല്ലേ? ഇവരെ ഒരു വഴിക്കല്ലേ വിടുന്നത്, രണ്ടുപേരും 2 വഴിക്കാ വിടുന്നത്. ഹൈലൈറ്റ്. ഇതൊരു അന്യായ ഹൈലൈറ്റ് വെറൈറ്റി ആയി പോയിട്ടാ. പിന്നെ ഇതെന്താണ് ഈ എഴുതി വെച്ചാക്കുന്നത്? ബിജു വിത്ത് കാളെ. എവിടെ? അയ്യോ അത് ബിജു വിത്ത് കാളെന്നല്ല, പിന്നെ ബിജു വിത്ത് കല. രണ്ടും കണക്ക് തന്നെ. പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറയണം, മറക്കരുത്. പറഞ്ഞേക്കാം. ഇവിടെ എന്താ നോക്കി നിൽക്കുന്ന ആൾക്കാരൊക്കെ വരണതല്ലേ? എല്ലാരും വരണതല്ലേ? പിന്നെ നമ്മുടെ ഫോട്ടോഗ്രാഫർ എവിടെയാണ്? കോട്ടയം ജാഫറിനെ ഈ തന്തനെ ഞാൻ തല്ലിക്കൊല്ലും. അതല്ല പറഞ്ഞത്. പിന്നെ ഫോട്ടോഗ്രാഫർ അങ്ങനല്ലേ ഏർപ്പാടാക്കിയത്? ഫോട്ടോഗ്രാഫറൊക്കെ ചെറുക്കന്റെ പെണ്ണിന്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ടോ മക്കളെ? അവരിവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ബന്ധുക്കളൊക്കെ എത്തിക്കൊണ്ടിരിക്കും. ആയിക്കോട്ടെ. അപ്പൊ ഒരു കാര്യം, ആ ചെറുക്കനെ പെണ്ണോട് വരാൻ പറ. ഞാൻ വിളിച്ചോളാം. എന്നാ വിളിക്കേ. കേറി വേണ മക്കളെ, ഇങ്ങോട്ട് കേറി വാ. തന്ത 500 കളിക്കണ്ട, അവരൊന്ന് വിളിക്ക്. എടാ പിള്ളേരെ ആ കരയൊക്കെ എന്നിട്ടേ. അവിടെ ഇരിക്കും മക്കളെ. എല്ലാരും പോരും. ആൾക്കാരൊക്കെ ഇങ്ങോട്ട് പോരും. പെട്ടെന്ന് പോരി. പ്രസന്റേഷൻ കൊടുക്കാൻ ആൾക്കാരൊക്കെ ചവിട്ടി തിരുമ്പോ ഞാൻ പോരി. പെട്ടെന്ന് സമയമില്ല, അതുകൊണ്ടാ. ഫോട്ടോ എടുത്ത ആൾക്കാർ അവിടെ നിൽക്കണം. മാറിപ്പോ പോടാ. എടുത്തോ. ഒരു ഫോട്ടോ എടുത്തു. ഇത് നമ്മുടെ പൂയംകുട്ടിയിലെ ആളാണ്. അതല്ലേ? ശരി. ഫോട്ടോ എടുത്തോരു മാറും. എല്ലാരും പൊക്കത്താനെ ഭക്ഷണം കഴിച്ചിട്ടേ പോകാളൂ കേട്ടോ. അച്ഛാ ഭക്ഷണം കഴിച്ചിട്ടേ പോകാളൂ. മസാല ദോശയാണ്, നമുക്കിത് പിടിക്കണം. പിന്നെ ഞാനാണ് പെണ്ണിന്റെ തന്ത. പെണ്ണിന്റെ അച്ഛനാണ്? അതെ. എന്നാ ഇവിടുന്ന് തുടങ്ങാം. ഇവിടെ അനങ്കരുത്. ഒന്ന് ചിരിച്ചേ. ഫ്ലാഷിന്റെ ആവശ്യമില്ല. നോട്ടാ. ഓക്കെ. തലക്കിട്ടേ തല അനക്കല്ലേന്ന്, അനക്കാണ്ട് നേരെ നിൽക്കാൻ. നേരെ ചിരിച്ചേ. അനങ്ങരുത് കേട്ടാ. അല്ല വിജയ, ഈ ഭക്ഷണത്തിന്റെ കാര്യമൊക്കെ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ഓക്കെയാണ്. എന്താ സംഭവം എന്താ പറ. ഒന്ന് ചിരിച്ചേ. മതി. എവിടെയെങ്കിലും വെള്ളം ഒഴിക്കുമ്പോ. ഹലോ. രാജേഷ് ഏട്ടാ, എത്ര നേരമായി ഞാൻ കാത്തിരിക്കണു. ചേട്ടാ മനസ്സിലായില്ലേ? എന്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാ. നമ്മളെ എത്ര സിനിമയ്ക്കാലേ പോയിരിക്കണേ. നമ്മൾ ഏതാ ചേട്ടാ അവസാനമായിട്ട് കണ്ട സിനിമ? ധോനിയല്ല, അത് ഞാൻ ജയന്റെ കൂടെ പോയതല്ലേ. നമ്മള് പോയത് അനിയത്തിപ്രാവ്. എന്നിട്ടല്ലേ ചേട്ടൻ എന്നോട് പിണങ്ങിയത്? അല്ലെങ്കിൽ ചേട്ടൻ ഇപ്പൊ ഇവിടെ വന്നിരിക്കായിരുന്നു. ഒന്ന് ചിരിക്കാ പയ്യ. അല്ലാണ്ട് പിന്നെ ഒന്ന് ചിരിച്ചേ. ഓക്കെ. ചേട്ടാ ഭക്ഷണം കഴിച്ചിട്ടൊക്കെ പോണേ? പിന്നെ ഉറപ്പായിട്ടും. ശരി ചേട്ടാ. ഇരിക്ക് ചേട്ടാ. ഹലോ കല. അയ്യോ പ്രസാദേട്ടൻ.
എന്തൊക്കെയുണ്ട്? നല്ല സുഖം. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. പിന്നെ എന്തൊക്കെയാണ് പയ്യനല്ലേ? ഹലോ, ഹായ്, ഹായ്, ഹായ്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ബൈക്കിൽ കയറാൻ പേടിയായിട്ട് ആദ്യമായിട്ട് ഈ ചേട്ടന്റെ കൂടെ ഞാൻ ബൈക്കിൽ കയറി പോയത്. ഐശ്വര്യമായി. പിന്നെ ബൈക്കിന്റെ പുറകിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഇല്ല. അതെ, അന്ന് പാർക്കിൽ പോയിട്ട് നമ്മൾ ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ടില്ലേ? അത് ഇപ്പോഴും ഓർക്കുന്നുവല്ലേ? മഴ പെയ്തിട്ട് നമ്മളൊക്കെ നനഞ്ഞിട്ട് എന്റെ ദൈവം. മതി മതി, മഴ നിറഞ്ഞില്ലേ? നേരം റെഡി ആയിട്ട് നേരം നോട്ടാ. അല്ലാണ്ട് പിന്നെ ഒന്ന് ചിരിച്ചേ. ഓക്കെ, റെഡി റെഡി. ഓക്കെ, ഭക്ഷണം കഴിച്ചിട്ടൊക്കെ പോണേ. ഒരു ഫോട്ടോ. എന്റെ മക്കളെ കൂടെ ഒന്ന് പോട്ടെ. ഫോട്ടോ എടുക്കാം, ഫോട്ടോ എടുക്കാം. ആറ് നേരം നോട്ടാ. പിന്നെ ഞങ്ങളൊക്കെ ഇവിടെ തൊപ്പിയും തലപ്പാവൊക്കെ വെച്ച് ഇപ്പുണ്ട്. ഞങ്ങളുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കാം. ഒന്ന് റെഡി ആക്കി, ഇതൊന്ന് എടുത്തു കഴിഞ്ഞോട്ടെ. റെഡി. ഓക്കെ, ചിരിച്ചോ. ഓക്കെ, റെഡി ആക്കി, റെഡി റെഡി ആയിക്കോട്ടാ. ചിരിക്കി ചിരി. അതെ, നടുക്ക് നിൽക്കുന്ന ആളെ കിട്ടൂല്ലോ. ആണോ? എന്തൊരു കാര്യം ചെയ്യും, ഇങ്ങനെ എടുക്കാൻ പറ്റില്ലേ? ചവിട്ടി ഞാൻ അങ്ങനെ എടുത്ത ഫോട്ടോ ഇട്ടോ. പറ്റൂലേ? ഇല്ല, എടുത്തോ, റെഡിയാക്കാം. റെഡിയാക്കാം. ഓക്കെ ഓക്കെ, പറഞ്ഞോളട്ടോ. ചിരിച്ചോട്ടാ. ഓക്കെ, ഇതിനെ വറക്കാനുള്ള വല്ല പരിപാടി ഉണ്ടോ? ചട്ടി ചൂടായി കിടക്കണവര് മറന്നുപോയി. കൊണ്ടുപോ എല്ലാം ഒഴിക്കുമ്പോ. എന്റെ പൊന്നെ, കൊണ്ടായിക്കൊള്ളൂല്ലേ? അല്ല, അത് ശരിയാക്കാം, കുഴപ്പമില്ല. അതെ, ഞങ്ങൾ ഈ ആൽബത്തിൽ കുറച്ച് ഫോട്ടോ എടുക്കാം. വേണം. അപ്പൊ ഞാനും ഈ പെണ്ണും കൂടി അപ്പുറത്തെ പറമ്പിലുണ്ടാവും. ആയിക്കോട്ടെ. അല്ലാണ്ട് പിന്നെ പിന്നെ ഭക്ഷണത്തിന് സമയം ഇങ്ങോട്ട് വരണം. ഭക്ഷണത്തിന് കൊണ്ടുവരുന്ന ബാക്കിയുള്ള ബൊഫേ അല്ലേ, അങ്ങോട്ട് കൊടുത്തു വിട്ടാൽ മതി. അവിടെ നല്ല സീനറി ഒക്കെ ഉള്ളത്. പിന്നെ ഞാൻ വന്നേ, സംഭവം എല്ലാം റെഡി ആയിട്ടില്ലേ? സംഭവം എല്ലാം റെഡിയാക്കില്ലേ? വണ്ടിവർക്ക് തടുത്ത് കൊടുത്താൽ മതിയാ? പോരാ, ചൂടുള്ളത് കൊടുക്കണം. അപ്പൊ ഉണ്ടാക്കിയാ പോരെ? അപ്പൊ ഉണ്ടാക്കണ സാധനം ഉണ്ടാക്കിയില്ലേ ഇതുവരെ? ഉണ്ടാക്കിയിട്ടില്ല. 4 മുട്ട വേണം. 4 മുട്ട വേണം. മുട്ട എന്തിനാണ്? അടയിരിക്കാൻ. 4 മുട്ട എടുത്തില്ല. എന്റെ പൊന്നേ. പാചകക്കാരെ, ഓ ഗംഭീരാണം കേട്ടോ. ഓ ചിന്നപ്പനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ പാചകക്കാരൻ? കഴിഞ്ഞ ദിവസം ശാന്തയുടെ മോളുടെ കല്യാണമായിരുന്നു. ചിന്നപ്പം വെച്ച അടപ്രഥമന്റെ രുചി ഇപ്പോഴും നാവിലുണ്ടെന്ന്. ഇതാണ് പറഞ്ഞത്, ഇടക്കൊക്കെ നാക്ക് പഠിച്ചു കളയണ്ട, അല്ലെങ്കിൽ ഉളുമ്പ് ചൊവ്വ പോകൂല. എന്തൊരു ഒരു പണി എടുപ്പിക്കൂല ദൈവമേ. അപ്പൊ നമുക്കിന്ന് എന്താണ് ഇവിടെ? നമുക്കിപ്പോ എന്ന് പറഞ്ഞ റിസപ്ഷൻ അല്ലേ? മസാല ദോശ. മസാല ദോശ മാത്രമേ ഉള്ളൂ? മസാല ദോശ എന്ന് പറയുമ്പോ അതിന്റെ കൂടെ സാമ്പാറുണ്ട്, ചട്നി ഉണ്ട്, പിന്നെ തക്കാളി ചമ്മന്തി ഉണ്ട്. തക്കാളി ചമ്മന്തി, തക്കാളി ചമ്മന്തി ഇട്ട് മസാല ദോശയായിട്ട് നല്ല കോമ്പിനേഷൻ. പിന്നെ ഞങ്ങൾ സ്ഥിരമായിട്ട് കൊടുക്കുന്ന സ്പെഷ്യൽ ഐറ്റം. കൂട്ടി കുഴച്ചൊക്കെ തക്കാളി ചമ്മന്തി പിന്നെ ഉണ്ടാക്കാൻ പറ്റും. അതെ, എന്തുകൊണ്ടാണ് ഈ തക്കാളി ചമ്മന്തി ഉണ്ടാക്കണത്? ഇവര് പറഞ്ഞത് കൊണ്ട് ഉണ്ടാക്കണതാണ് കിളവാ. താനിവിടുത്തെ ആരാ? ഞാനേ ഇവിടുത്തെ നമ്മുടെ വിജയന്റെ ഭാര്യയുടെ അമ്മാവന്റെ ചേച്ചിയുടെ സഹോദരന്റെ മസാല ദോശ കഴിക്കാൻ വന്ന ആള്. മനസ്സിലായി? കിളവാ, നീ തന്നിവിടെ കണ്ടു കഴിഞ്ഞാൽ അടുപ്പിലിട്ട് ഞാൻ കത്തിക്കും ഞാൻ. എന്റെ പൊന്നെ, ഇതൊക്കെ ഷെഫുകൾക്ക് ഒരു പരിഗണനയില്ലേ? ഇനിക്കാട്ടം നിക്കറൂട്ടുണ്ട് വന്നേക്കും. അവര് ചെപ്പേ തറകുടി മുട്ട ഇത് എടുത്തോടെ ചോട്ടാ. പിന്നെ എന്തെങ്കിലും വേണം? ഇത് ഒരു ചൂല് വേണം. ചൂല് കല്ല് തൂക്കാൻ തട്ടിയും ത്രാസും പോലെ. അയ്യോ, അങ്ങനെ തൂക്കണല്ല, അടുത്ത് തൂത്ത് വൃത്തിയാക്കാനായിട്ട്. അതിനാണ്. പിന്നെ അത് ഞാൻ കൊണ്ടുവന്നു. നമ്മൾ അന്ന് പറഞ്ഞ മറ്റേ കല്ലുമ്മക്ക കൊണ്ടുവന്നു. അതൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ചില്ലേ? പിന്നല്ലേ നമ്മുടെ കൂട്ടുകാരൊക്കെ അവിടെ വന്നിപ്പോ സാധനം എന്തിയെ? ഞാനിവിടെ വന്ന് കല്ലുമ്മക്കായി ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഒരു 3-4 പേര് വന്നിട്ട് വെച്ച് എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞു വാങ്ങിച്ചു വെച്ചു. അപ്പൊ ഞാൻ കൊട്ടിയിട്ട് മൂടി വെച്ചാക്കിയാണ്. അതാണ് ഈ ഇരിക്കണത്. ഓക്കെ, എല്ലാ കൂട്ടുകാർക്കൊക്കെ കൊടുക്കണം കേട്ടോ. കൊടുക്കാം. എന്താണ് കുട്ടികളുടെ പുറത്ത് പച്ചക്ക വെച്ചിരിക്കുന്നത്? ഇതല്ലേ കല്ലുമ്മക്കായ? ഇതാണ് കല്ലുമ്മക്ക. അതിന്റെ പുറത്തൊരു കായ ഇരിക്കണ്ടില്ലേ? ഞങ്ങളുടെ നാട്ടിലേക്ക് ഇതാണ് കല്ലുമ്മക്കായ. എന്റെ ദൈവം, നിങ്ങൾ കല്യാണം കൊളാക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ ഇടം മാസം അത് പോട്ടെ, നമ്മുടെ ഈ ഡോർ ഡെലിവറി ഉണ്ടോ? ഡോർ ഡെലിവറി ഉണ്ടായിരുന്നാടാ? ഉണ്ടായിരുന്നു, തീർന്നു പോയി. അതും തീർന്ന ഡോർ ഡെലിവറി അല്ലേ? എന്താ സംഭവം അറിയാമോ? നമ്മൾ ഈ മസാല ദോശയുടെ സൈഡിൽ ഈ കല്ലുമ്മക്കായും ഒരു ഡോർ ഡെലിവറി വെച്ച് കഴിഞ്ഞാൽ ഒരു കളറായില്ലേ, വെറൈറ്റി ആയില്ലേ? എന്റെ ദൈവം, എന്നൊരു മസാല ദോശ കല്ലുമ്മക്കായ ഇരിക്കണം. ആ കായ എടുത്ത് വെച്ച് കൊടുത്താ പോരെ? ഇതൊരു കാര്യം, നിങ്ങളുടെ പണി നടക്കട്ടെ. ചൂലെടുത്തിട്ടു. അപ്പൊ എന്തായാലും വേഗം തുടങ്ങാൻ പറ്റുള്ളൂ. പാചകക്കാരോ, പാചകക്കാരോ. അതെ, ഈ മസാല ദോശ ഉണ്ടാക്കുന്ന മാവുണ്ടല്ലോ, അതേത് മാവാ?
മൂവാണ്ടമാവ് പോയിട്ടോടത്ത് എന്റെ തന്റെ താരിഞ്ഞിങ്ങോട്ട് വന്ന തന്തൂരി ചിക്കൻ ഉണ്ടാക്കിയാൽ ഇവിടെ പന്തിയിൽ വിളമ്പും. എന്റെ പൊന്നെ അപ്പുറത്തേക്കാൻ പോയിരിക്കും. ഞാൻ 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ചൂല് ചൂല് കിട്ടിയാ അവ ശരിയാ, കുഴപ്പമില്ല. പരിപാടി പെട്ടെന്ന് നടക്കട്ടെ, പെട്ടെന്ന് നടക്കട്ടെ. പരിപാടി പെട്ടെന്ന് നടക്കട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സാവകാശം എന്താ ഞാൻ ഉണ്ടാക്കണ്ടേ? അല്ല, ആൾക്കാർ ഭക്ഷണത്തിന് സമയം ആൾക്കാർ വരട്ടെ. വരട്ടെ ആൾക്കാരൊക്കെ പെട്ടെന്നാവട്ടെ, പെട്ടെന്നാവട്ടെ. രാമൻകുട്ടി പോയി പെട്ടെന്ന് ഉണ്ടാക്കി തിരക്കൊടിക്കൽ ഞാൻ ഉണ്ടാക്കി തരാന്ന്. എന്റെ പൊന്നെ സമയം ആയിക്കൊണ്ടിരിക്കുക, അതുകൊണ്ടാ പറഞ്ഞത്. ഫുഡായോ ഒരു മിനിറ്റ്. ഇപ്പൊ ആവട്ടെ, ഇപ്പൊ ആരും തിരക്കൊടിച്ച് കൺട്രോൾ എടാ ഒന്ന് പെട്ടെന്നുണ്ടായി, ഇറക്കാൻ ഒന്ന് സഹായിച്ചു കൊടുക്ക്. എന്താണ് ഈ കാണിക്കുന്നത്? പെട്ടെന്നൊന്നും ഉണ്ടാക്കി. തിരക്കൊടിക്കല്ലേന്ന് ഇതെന്തായി കാണിക്കുന്നത്? ഷവലിൽ കുത്തണം. ഇതൊന്നും പെട്ടെന്നുണ്ടാക്കി. മസാല ദോശ കൊത്തിപ്പുരി മതിയാ? മസാല ദോശ മര്യാദ ഉണ്ടാക്കി കൊടുക്കാം. വേണ്ടേ? ഇതെന്താണ് പൊറോട്ട തോണ്ടി അറിയണത്? പൊറോട്ട എറിഞ്ഞല്ല, അച്ഛത്തെ ഗണപതിക്ക് കൊടുക്കണം. ഗണപതി കൊടുത്തില്ല കാര്യങ്ങൾ നടക്കൂല. പറഞ്ഞാലോട്ടെ. മനസ്സിലായോ? ഒരു മിനിറ്റ്. നിങ്ങൾ ആരും തിരക്ക് കൊടുക്കട്ടെ, ഞാൻ ഉണ്ടാക്കി തരാം. ഫോട്ടോ എടുത്താ ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കിട്ടാ. ഒന്ന് സ്പീഡ് ആകട്ടെ. ഇയാളെന്തീ കാണിക്കുന്നത്? ഉണ്ടാക്കി തീർക്കും. ഇത് കരിഞ്ഞു പോയല്ലെന്ന്. ഈ കളവന്റെ മോറിനകത്തൊന്ന് വീഴല്ലേ? ഒന്ന് പറയുന്ന അത് വീണ്ടും വീണ്ടും ഗണപതി കൊടവരനല്ലേ, പുള്ളിക്ക് പോരാന്ന്. എല്ലാം ടെൻഷൻ അടുപ്പിച്ച് പണ്ടറക്കല്ലേ? പാടില്ല. എന്താണ് കൊറേ നേരമായില്ലത്? ഞങ്ങൾക്ക് വിശന്നിട്ട് പാടില്ല, അതുകൊണ്ടാണ് ടെൻഷൻ അടുപ്പിച്ച് ഞാനേ ടെൻഷൻ അടുപ്പിക്കില്ല. ഇതെല്ലാം നശിപ്പിച്ചില്ല. മറ്റേ ആളെന്ത്? രാമൻകുട്ടിയെ എന്തേ വല്ലതും നടക്കോ? ഇന്നൊന്നുമില്ല, ഒരാഴ്ചത്തേക്ക് കിടക്കൂല, കാലുവള്ളി പോയത്. അവനെ കൂടി നടക്കുളിച്ചോ. നിങ്ങളൊരു വെറൈറ്റിക്കാരെന്ന് വിചാരിച്ചാ നിങ്ങളെ മസാല ദോശ ഉണ്ടാക്കാൻ ഏൽപ്പിച്ചത്. ഇനി എന്ത് ചെയ്യും? ഇതെന്ത് വെറൈറ്റി ആണോ ഇത്? പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പൊ ഭക്ഷണം കഴിക്കാനായിട്ട് മൊത്തം എത്ര പേരുണ്ടാവും? 250 പേരുണ്ട്. 250 പേരുണ്ടാവും. ഒരു 300 കവർ തരാൻ പറ്റും. അത് കവർ തരാം. അല്ല, കവർ എന്തിനാണ്? അതെ, ഈ മാവും ചട്നിയെ കൂടി ഒരു കവറിനകത്ത് പാർസലാക്കി വല്ലവർക്ക് കൊടുക്കാം. അവര് വീട്ടിൽ പോയിട്ട് ഇഷ്ടം പോലെ ഉണ്ടാക്കി തിന്നോട്ടെ. ഇതെന്ത് വെറൈറ്റി ആണോ? ഇതൊരു വെറൈറ്റി അല്ലേ? അമേരിക്കയിൽ മുങ്ങിയില്ലേ? ശരിക്കും മുങ്ങി. ഇംഗ്ലീഷ് ഒരു വാക്കറിയാത്ത സുരേഷ് മാഞ്ഞാലി അവിടെ മുങ്ങി എന്നുള്ളത് വലിയ. എങ്ങനെ ജീവിച്ചു അവിടെ ഇത്രയും കാലം? അവിടെ ചെന്നിട്ട് അല്ല, എത്ര വർഷം ഉണ്ടായിരുന്നു അമേരിക്കയിൽ? ഈ 8 വർഷം എനിക്ക് വേറെ സത്യം അറിയോ? ഈ 8 വർഷം അമേരിക്കയിൽ ജീവിച്ചിട്ട് മാഞ്ഞാലി പറയാത്ത, ഉപയോഗിക്കാത്ത ഒരു ഇംഗ്ലീഷ് വേർഡ് ഉണ്ട്. ഒരു ഇംഗ്ലീഷ് വേർഡ് ഉണ്ട്. അതെന്താണെന്നുള്ളത് പറ. കാര്യം നമ്മളിപ്പോ വിസ അടിച്ചു, ഇനി പ്ലെയിൻ യാത്രയാണ്. ഇനി പ്ലെയിനിൽ അബദ്ധമാണ്. അതാണ് ആ വേർഡിന് ഒരു കാരണമുണ്ട്. പ്ലെയിനിലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ന്യൂയോർക്കിൽ നിന്ന് നേരെ ഫ്ലോറിഡയിലേക്ക് 3 മണിക്കൂറോളം ഫ്ലൈറ്റ് യാത്ര ഉണ്ടല്ലോ. അപ്പോൾ അതിന് പോവാണ്. അപ്പോൾ 12 മണിക്കാണ് ഫ്ലൈറ്റ് പുറപ്പെടുന്നത്. അപ്പോൾ അന്നേരം എല്ലാവർക്കും സീറ്റ് കിട്ടി. എനിക്ക് സീറ്റ് കിട്ടിയാണത് 2 വെള്ളക്കാരെ നടക്കാം, സാഹിബ്മാരെ. അപ്പോൾ മറ്റുള്ളവരൊക്കെ പുറയിലാണ്. അപ്പോൾ ഉണ്ടപ്പക്കുറവരൊക്കെ പുറയിലിരിക്കുകയാണ്. അപ്പം ഞാൻ കരുതി പെട്ടിരിക്കുകയാണ്. അവര് വിചാരിച്ചിട്ടുണ്ടാവും ഏതോ ബ്ലാക്ക്. അവര് വിചാരിച്ചാൽ കറമ്പറാണ്, കറക്റ്റാണല്ലോ. അതുകൊണ്ട് അവരിലും ഭയങ്കര ക്യാമറ ഇരിക്കണം. ഞാനപ്പോ നോക്കി എന്താ നീ അബദ്ധം പറ്റിരുന്നിരിക്കുകയാണ്. പഠിക്കണമല്ലോ ഇതൊക്കെ എന്ന് കരുതി. ഇതിപ്പോ നമ്മുടെ വെള്ളക്കാർ രണ്ടുപേരും ആ മാഗസിൻ എടുത്ത്, അപ്പൊ ഞാനും എടുത്ത് ഇങ്ങനെ നോക്കിയിരിക്കും രണ്ടുപേരും ചെയ്യണം എന്താണെന്ന് ഒക്കെ എടുത്ത് ഇത് ബോർഡ് ഇങ്ങോട്ട് ചിരിച്ചു വെച്ചു. അത് ഞാനും ചിരിച്ചു വെച്ചു. അപ്പോഴത്തേക്കും ഹെയർ ഹോസ്റ്റസ് വെള്ളം, ഒരു ചെറിയ ബോട്ടിൽ വെള്ളം കൊണ്ടുവന്ന് അപ്പോൾ പോയി. അപ്പോൾ അവർ ഫുഡ് ഓർഡർ ചെയ്തു. ഉണ്ടപ്പക്കറും അവരെ കൂടി ഫുഡ് ഓർഡർ ചെയ്ത്. അപ്പോൾ മാഞ്ഞാലി നീ ഓർഡർ ചെയ്യല്ലേ? ഞാൻ പറഞ്ഞു നിങ്ങളെന്താ ഓർഡർ ചെയ്തെന്ന് വെച്ചാൽ പറഞ്ഞു ഞങ്ങൾ ബിരിയാണിയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിർത്താറായാലോ ബിരിയാണി, നാട്ടിൽ നിന്ന് വന്ന് കഴിച്ച് മതിയായില്ലേ, ഇനി ഇവിടെ നിന്ന് സാൻഡ്വിച്ചൊക്കെ കഴിക്കേ. അപ്പോൾ നീ ഏതിനാ അമേരിക്കയിൽ നിൽക്കാൻ പോണല്ലോ, നീ കഴിച്ചോ? സാഹിബ്മാരോട് ചോദിച്ചപ്പം അവര് പറഞ്ഞു അത് ഇവിടെ. അപ്പോൾ ഇവര് അവർ ചോദിച്ചു, സാഹിബ്മാരോട് എന്തോ ചോദിച്ചു. അപ്പോൾ അവർ എന്തോ പറയുകയും ചെയ്ത് നമുക്കൊന്നും മനസ്സിലാവില്ലല്ലോ. അപ്പം ഞാനും പറഞ്ഞു എന്തോ ഭയങ്കര സംഭവം ചോദിച്ചാണ് കരുതി. സെയിം തിങ് പറഞ്ഞു എന്നോട് ചോദിച്ചപ്പോൾ. സെയിം. ഓ അവർ ഓക്കെ. ഞാനപ്പോൾ ഇത് അടിപൊളി സാധനം കഴിക്കാം എന്ന് കരുതിയിരിക്കുകയാണ്. അപ്പോൾ അവർ ബിരിയാണിയൊക്കെ വന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിച്ച് തീർന്ന്. എന്നിട്ട് എനിക്കില്ല. അപ്പം ഞാൻ കരുതി എന്തോ സമയം എടുക്കുന്നത് ഉണ്ടാക്കാൻ എന്നൊക്കെ മനസ്സിലായി. എന്നേരം പക്രു ചോദിച്ചു നീ എന്താ പറഞ്ഞേക്കണേ? ചേട്ടാ ഞാൻ ഇവർ പറഞ്ഞേക്കണത് പറഞ്ഞാണ്. ആണോ? അങ്ങനെ പിന്നെ സംശയം ചോദിച്ച് തീർക്കാൻ വേണ്ടി അവർ ചോദിച്ചു. ഇന്ന ആൾ കറുത്ത ആൾ എന്താ ഓർഡർ ചെയ്തതെന്ന് വെച്ചു.
അവൻ പറഞ്ഞാണ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞാണ്. ആ അവര് ജസ്റ്റ് ഗ്രീൻ വാട്ടർ പറഞ്ഞാണ്, അത് മതി എന്ന് പറഞ്ഞത്. വിശന്ന് കുടല് കത്തിരിക്കുന്ന സമയത്താ സെയിം പറഞ്ഞത്. ആദ്യം പിന്നെ സെയിം എന്നുള്ള വാക്ക് എന്റെ ജീവിതത്തിൽ പറയത്തില്ല. എന്നിട്ട് പിന്നെ അവിടെ ചെന്നിട്ട് വരി വലിച്ചു നിന്ന് പിന്നെ അതുപോലെ ചൈനീസ് ഫുഡ് ആദ്യമായിട്ടാ നമ്മൾ ബൊഫെ ആദ്യമായിട്ട് കഴിക്കണതാ. അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇതിപ്പോൾ ഞാനൊരു വലിയ പ്ലേറ്റും ഞാൻ കൊടുത്ത് എല്ലാവരും എടുക്കണം. അപ്പം ഞാൻ കരുതി ഇത് ഒറ്റ പ്രാവശ്യം എടുക്കാൻ പറ്റുള്ളൂ കരുതി എല്ലാം കോരിയെടുത്തു. കാരണം ഇതൊക്കെ റൗണ്ട് ഇത് ആദ്യമായിട്ട് കഴിക്കാറില്ല, എന്ന് കഴിച്ച് ടേസ്റ്റ് അറിയാൻ നേരം എല്ലാം കോരിയെടുത്തു. ഐസ്ക്രീം അടക്കം ചെമ്മീനും എല്ലാം. ഈ ചെമ്മീനൊക്കെ പകുതി കുപ്പിന്നുള്ളൂ, കൊണ്ടുപോയി വെച്ചിരുന്ന് കഴിക്കുക. ആ കോക്കും ഒരു വലിയ ഗ്ലാസ് എടുത്ത് കഴിച്ച് ഒരു കണക്കിലെല്ലാം തൃപ്തിയായി. അപ്പോൾ ഇവർ എല്ലാം പലരും പറഞ്ഞിട്ടുണ്ട് മധുരമുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് കറികൾ നമ്മുടെ ചൈനീസിൻ്റെ. അപ്പം ഞാൻ അതൊക്കെ ഇതിൽ പെട്ടാണെന്ന് എഴുതി കഴിച്ച്. പിന്നെ രാത്രി അങ്ങോട്ട് എന്താ പറയാ വയറ് കംപ്ലൈൻ്റ് ആയി, ഛർദിയും ഇളക്കവും. അങ്ങനെ രാത്രി 2 മണി വരെ ഇതായി. അപ്പോൾ പക്രൂനോട് ഞാൻ പറഞ്ഞാ എനിക്ക് പ്രോബ്ലം, ഞാൻ ഭയങ്കരമായിട്ട് പ്രോബ്ലം എന്ന് പറഞ്ഞപ്പോൾ ഇവർ വിശ്വസിക്കല്ല. കാരണം എനിക്ക് എല്ലാ അബദ്ധം പറ്റിയാണ് എൻ്റെ പേരിൽ. കറക്റ്റ് കാര്യം പറഞ്ഞിട്ട് ഇവർ വിശ്വസിക്കല്ല. അങ്ങനെ ഞാൻ പക്രൂട് ഞാൻ ചത്തു പോകുന്നു പറഞ്ഞു. അപ്പോൾ അങ്ങനെ പക്രു വേഗം 911 കുത്തി കഴിഞ്ഞാൽ അവിടെ ആംബുലൻസും എന്താ പറയുക പോലീസ് വണ്ടിയും എല്ലാം എന്താ പറയാ ഒരു ഉത്സവം പോലെ വന്നത്. 10 വണ്ടിയാണ് ഇത് വന്നപ്പോൾ എൻ്റെ പാസ്. ഞാൻ കരുതി ഇന്നത് എങ്ങോട്ട് കൊണ്ട് ചത്തു പോകുമോ എന്ന് കരുതി. വേഗം എടുത്ത് അത് എഴുന്നേക്കാൻ പറ്റില്ല, വേഗം എടുത്ത് കയറ്റി. അപ്പം തന്നെ അവർ ട്രിപ്പ് കയറ്റിയിട്ട് കിടന്ന് ഞാൻ കിടന്ന് കരയുക. ഇവരപ്പോൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കണം. എനിക്കിങ്ങനെ ആസ്പത്രി എത്തിയാൽ മതി സംസാരിച്ചുകൊണ്ടെന്ന്. അപ്പോൾ അവൾ ആരെ വിളിച്ചതെന്ന് നോക്കി, എപ്പോഴും വിളിച്ച ആളെ ചോദിക്കുക. വിളിച്ചത് അത്രയും ആൾക്കാർ എന്നിട്ട് പക്രുവാണ് വരുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ അവർ ചിരിച്ചു നിൽക്കുക. ഇത് കഴിഞ്ഞ് ഞാൻ കരഞ്ഞിട്ട് ഒരു ഫീലിങ്സും ഇല്ല ഇവർക്ക്. അവർ വേറെ കാര്യങ്ങളൊക്കെ പറയാം. അങ്ങനെ തന്നെ ഉണ്ടപ്പക്രു എന്നിട്ട് പറഞ്ഞു, എടാ മാഞ്ഞാലി നീ മലയാളത്തിൽ കരഞ്ഞ് എങ്ങനെ മനസ്സിലാക്കണം, ഇംഗ്ലീഷിൽ കരടാന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അമ്മയെ ദൈവമേ എൻ്റെ ഗുരുക്കന്മാരെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല. അപ്പം തന്നെ മലയാളം ഇംഗ്ലീഷിൽ കരയണം അല്ലേ. അങ്ങനെ അപ്പം തന്നെ അമ്മേനെ മദറാക്കി. മൈ മദർ ഗോഡ് എന്നും പറഞ്ഞിട്ട് കരയില് തുടങ്ങി. അങ്ങനെ അവർ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പീറ്റേട്ടൻ പറഞ്ഞ് ആരും കൊണ്ടുപോകാൻ കയറാനില്ല, കാശിലാവുമല്ലോ, ഭയങ്കര പൈസ കൊടുക്കേണ്ടി എഴുതിട്ട്. പീറ്റേട്ടൻ പറഞ്ഞു, എടാ നീ പരമാവധി എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് പിടിച്ചിരിക്കാൻ പറ്റുമോ, പോണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചേട്ടാ ചത്തു അല്ലെങ്കിൽ എന്നെ വീട്ടിൽ നാട്ടിലേക്ക് കഴിക്കാൻ പറഞ്ഞു. എടാ കാശ് ഒരുപാടാവും. ഞാൻ പറഞ്ഞു എന്തൊക്കെ പറഞ്ഞു എനിക്ക് പോകണം, ചേട്ടൻ കാശ് ഒന്നിലും വേണ്ടില്ലാന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി അവിടെ ചെന്ന് പറഞ്ഞു, എടാ ഒരുപാട് ടെസ്റ്റിംഗ് ഒക്കെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് നീ അത് എല്ലാം ചോദിച്ചാൽ കൊടുക്കരുത്. എല്ലാം ഉണ്ട്, ഇത് ചെക്ക് ചെയ്ത് തരുമ്പോൾ ഒരുപാട് പൈസ, നിനക്ക് ആകെ തന്നെ 19,000 രൂപ. ഒരു കാര്യം ചെയ്യ്, 1 ലക്ഷം തരാം, നീ അഡ്ജസ്റ്റ് ചെയ്ത് വാ, ഒന്ന് കുഴപ്പമില്ലാന്ന് പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ പീറ്റേട്ടാ അപ്പോഴത്തേക്കും കിടത്തിയപ്പോഴത്തേക്കും അവർ യൂറിൻ എടുക്കാൻ വന്നിക്കാണ്. പറഞ്ഞു കൊടുക്കല്ലടാ 20,000 തരാട്ടോ, കാശെല്ലാം 5-6 ലക്ഷം കൊടുക്കണ്ട കേട്ടോ എന്താ പറയാ 80 ഒന്നാക്കിയേക്കാണ്. അപ്പൊ പറഞ്ഞ് ഞാനിങ്ങനെ നോക്കി. അപ്പൊ പുള്ളിക്കാരെ നോക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു നോ യൂറിൻ. ഇത്രയും വലിയ